അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. അതായത് നമുക്ക് നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അടുത്ത റമദാൻ വരുന്നതിൻ്റെ മുമ്പ് അത് നമ്മൾ ഖളാ വീട്ടേണ്ടതാണ്. അങ്ങനെ ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു നോമ്പിന് വേണ്ടി മുദ് നൽകേണ്ടതാണ്. അതുപോലെ അത് ഖളാ വീട്ടുകയും ചെയ്യണം. അത് കാരണമില്ലാത്തത് കൊണ്ടാണ്. ഇനി തക്കതായ കാരണത്തോട് കൂടെയാണെങ്കിൽ അതിന് മുദ്ദ് കൊടുത്താൽ മതിയാകും. വാർദ്ധക്യം പോലുള്ള കാരണങ്ങൾ, ആ രോഗം സുഖപ്പെടാൻ സാധ്യതയില്ലാത്തതായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന രീതിയിൽ കൊടുത്താൽ മതിയാകും. മുദ്ദിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പ്രത്യേക വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. എങ്കിലും ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഓരോ അരിയുടെയും അളവ് തൂക്കത്തിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു 600, 700, 800 ഗ്രാമോളം ഒരു മുദ്ദ് വരാൻ